ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കഴിച്ച് മടുത്തിട്ടുണ്ടോ? എന്നാൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ താരം സോയയാണ് കേട്ടോ. അപ്പോൾ സോയ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് തൈരും ആവശ്യത്തിന് ഉപ്പും കൊണ്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഓയിൽ കുറച്ച് മാത്രം ഒഴിക്കാവേ. ഇത്ര ഒന്ന് ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. എന്നിട്ട് അതേ കടായിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള, പച്ചമുളക്, ഉപ്പ് ഇത്രയും കൂടിയിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ഇത്രയൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ തൈരും മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു കണക്കിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.